Hi everyone. നമ്മൾ ഇന്നിവിടെ ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് മന്തി. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ശേരിയാണ്. അത്യാവശ്യം നല്ല ഫിഷൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് മന്തിക്ക്. ഫിഷ് ക്ലീൻ ചെയ്തെടുക്കാം, ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഇതിലേക്ക് മന്തി മസാല ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനെഗർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. കുറച്ചും കൂടി മന്തി മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ബസ്മതി റൈസാണ് നമുക്കിതിനാവശ്യം. അപ്പോൾ അത് 1 മണിക്കൂർ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം. ഇനി അരി വേവിക്കാൻ വെള്ളം തിളപ്പിക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇനി 2 ചെറുനാരങ്ങ നീര് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. മന്തിക്ക് ആവശ്യമായ മസാലകളാണിത്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒലിവ് ഓയിൽ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ഇനി വെള്ളത്തിലിട്ട് വെച്ചിരുന്ന അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി നമുക്ക് 15 മിനിറ്റോളം വേവിച്ചെടുക്കാം. ഇനി അരി നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്ക് മന്തി ഫിഷ് ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. സൺഫ്ലവർ ഓയിൽ പാനിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് വശവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രേവിയിലേക്ക് കിടക്കാം. ഇനി നമുക്ക് മന്തിയുടെ ചെമ്പിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. മന്തി മസാല ചേർക്കാം. 2 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി 5 പച്ചമുളകും 2 ഉണക്ക നാരങ്ങയും ഇതിലേക്ക് ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ട് തക്കാളി നന്നായിട്ട് അരച്ചെടുക്കുക. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗ്രേവി ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫിഷ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡിലും ഗ്രേവി ആവും. ഇനി നമുക്ക് ഫിഷ് ഇതിൽ നിന്നും മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഡ്രെയിൻ ചെയ്ത് വെച്ച റൈസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഗ്രേവി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഫിഷ് ഇതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കാം.
ഒരു 3 മിനിറ്റോളം ഇത് കവർ ചെയ്തിട്ട് കുക്ക് ചെയ്യാം. മന്തിക്കൊരു സ്മോക്കി സ്മെല്ല് കിട്ടാനായിട്ട് നമുക്കൊരു കനൽ കത്തിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ഗീയോ ഒഴിച്ച് അടച്ചു വെക്കാം. ഇനി ഇത് കുക്കായതിന് ശേഷം നമുക്ക് ആ കൽക്കരി എടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാം. അതിലേക്ക് സവാള കുറച്ചിട്ട് കൊടുക്കാം ഒരു മിക്സിയിലേക്ക്. തക്കാളി, പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ഒരു സ്പൂൺ വിനെഗർ, പിന്നെ കുറച്ച് ഒലിവ് ഓയിലും നമുക്ക് ലൈറ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഈ ഒരു പരുവമാണ്. അതിനുശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് ചില്ലി പൗഡറും, എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. നമുക്ക് മയോണൈസ് തയ്യാറാക്കാം. ഇതിലേക്ക് 3 മുട്ട ഒരു മിക്സിയിലേക്ക് ഇടാം. സിമ്പിൾ ടെക്നിക്കാണിത്. ഒരു സ്പൂൺ ഉപ്പ്, ഒരു സ്പൂൺ ഷുഗർ, പിന്നെ ഒരു ഹാഫ് ലൈം ജ്യൂസ്. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ഓയിൽ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ കളറ് മാറും. ഇപ്പോൾ നമ്മുടെ മന്തി ഫിനിഷ് ആയിരിക്കുന്നു. നമുക്കിനി ഇത് സെർവ് ചെയ്യാം.